സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കായംകുളം ചിറക്കടവും യൂണിറ്റ് പ്രവർത്തക കൺവെൻഷൻ നവാഗതർക്ക് സ്വീകരണം അനുമോദനം എന്നിവ നടത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിറക്കടവം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും പെൻഷൻ കുടുംബങ്ങളിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ അനുമോദനവും നടന്നു. കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന പൊതുയോഗത്തിന് യൂണിറ്റ് പ്രസിഡന്റ് കെ ഷറഫുദ്ദീൻ അധ്യക്ഷനായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ അനുസ്മരണം നടത്തി. സെക്രട്ടറി കെ ഹരികുമാർ കൊട്ടാരം സ്വാഗതം ആശംസിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. ഒരു പക്ഷേ പെൻഷനേഴ്സിൽ അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്ന പല പെൻഷനേഴ്സിനും അവരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വിശദമായിട്ട് സംസാരിക്കുവാൻ, ഓരോ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ ഇവിടെ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ അവകാശങ്ങൾ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, അത് കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വലിയ സംഘടന, എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന സംഘടന തന്നെയാണിത്. അപ്പോ എനിക്ക് ഒന്ന് പറയാൻ, നമുക്ക് ഒരുപക്ഷെ നമ്മൾ കരുതിയിട്ടുണ്ടാവാം സർവീസ് പെൻഷനേഴ്സ് എല്ലാം പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഒറ്റപ്പെടലോ കഴിയേണ്ടവരാണ് എന്നുള്ള ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയൊക്കെ ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ നമ്മൾ ഏറ്റെടുത്ത് ജോലി നിർവഹിച്ചുവോ അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാണ് നമ്മൾ മറ്റെല്ലാവരെക്കാളിലും എന്ന് നമ്മൾ ഓർക്കണം. അതിന് നമ്മൾക്ക് കഴിയും എന്നുള്ളതിന് തർക്കമില്ല. പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ലിനെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കും. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭിന്നതയ്ക്ക് കൊണ്ട് നമ്മുടെ ഇവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കുവാനാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം നമ്മളെ പ്രാപ്തരാക്കിയത് എന്നുള്ളതിന് തർക്കമില്ല. ആ വിവിധ മേഖലകളിൽ അർപ്പിച്ച് പണിയെടുത്ത നമ്മൾക്ക് അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ നമുക്ക് ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളുവാൻ, നന്മയുള്ളവരായി നമ്മളെ മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസം എന്നതെങ്കിൽ ആ നന്മയുള്ളവരായി നമുക്ക് മാറിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത്തരത്തിൽ ചെയ്തു പോകുന്നത് തന്നെയാണ് KSSU എന്നുള്ളതിന് തർക്കമില്ല. ഈ കേരളത്തിലുടനീളമുള്ള മുഴുവൻ പെൻഷനേഴ്സിന്റെയും അതുപോലെ തന്നെ ഫാമിലി പെൻഷനേഴ്സിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി പാർലമെന്റിൽ വരെ നിവേദനം അർപ്പിച്ച് ഇരിക്കുന്നവരാണ് നമ്മുടെ ബൃഹത്തായ സംഘടന എന്നുള്ളതും നമുക്ക് ഇവർക്കും അഭിമാനിക്കാം. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ ഒരു വലിയ ചടങ്ങിന് വേണ്ടി എന്നെ ട്രഷറർ A. വിക്രമൻ നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P. സീനത്ത് നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി A. ഇസഹാക്ക് കുഞ്ഞ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് G. സുകുമാരിയമ്മ അനുമോദന പ്രസംഗം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ്, ബ്ലോക്ക് ട്രഷറർ ഹുസൈൻ പായിക്കാട്, ലൈസൺ ഓഫീസർ KR മുരളീധരൻ, എരുവ യൂണിറ്റ് സെക്രട്ടറി K. ഉദയൻ, പെരിങ്ങാല യൂണിറ്റ് സെക്രട്ടറി R. ഹരികുമാർ, ചേരാവള്ളി യൂണിറ്റ് സെക്രട്ടറി M. സുഭാഷ്, കേരിക്കാട് യൂണിറ്റ് സെക്രട്ടറി K. ഷാജഹാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി ചന്ദ്രകുമാരിയമ്മ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.